ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ നമ്മൾ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്തൊരു കാര്യമാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടുകാരുടെ ഈ CPM നേതൃത്വത്തോട്, പ്രത്യേകിച്ച് പിണറായി അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോടൊപ്പം ഉള്ള ഒരു നിലപാടിൻ്റെ കാര്യം. ഇപ്പോൾ നിലവിലെ CPM നേതൃത്വം കോടിയേരിയുടെ കുടുംബത്തെ അവഗണിക്കുകയോ അവഹേളിക്കുകയോ അതിന് ചെയ്യുക തന്നെയാണ് നമ്മൾ പല ചർച്ചകളും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ഇപ്പോൾ അതെല്ലാം മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പച്ചക്കുതിര മാസികയിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ സഹധർമ്മിണി ശ്രീമതി വിനോദിനി തന്നെയാണ് വിമർശനമായി രംഗത്തെത്തിയിട്ടുള്ളത്. അത് എം വി ഗോവിന്ദനെതിരെയാണ് അല്ലേ? എം വി ഗോവിന്ദനെതിരെയാണെന്ന് വ്യക്തമാണ്. കാരണം പിണറായി വിജയൻ അല്ല എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. അസം പാർട്ടിയിലെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പദവി ഉള്ളത് എം വി ഗോവിന്ദനാണുള്ളത്. അയാൾ ഫോൺ എടുക്കാറില്ല എന്ന് പറയുന്നു. അയാൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഫോൺ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതായത് പിണറായി വിജയൻ എം വി ഗോവിന്ദന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ബിനീഷ് കോടിയേരി എന്ന് പറയുന്നവനെ ഒരു കാരണവശാലും പാർട്ടിക്കകത്ത് കയറ്റരുതെന്ന് എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പാർട്ടിയിലേക്ക് ഇയാളെ തിരിച്ചെടുക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള എം വി ഗോവിന്ദനാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിനോദിനി ഈ എം വി ഗോവിന്ദനെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മകന് പാർട്ടി മെമ്പർഷിപ്പ് തിരിച്ചു കൊടുക്കണം, ഈ ബിനീഷ് കോടിയേരിക്ക് തിരിച്ചു കൊടുക്കണം. അപ്പം അതിന് ഒരു മറുപടി നൽകാൻ ഇവർക്ക് കഴിയില്ലെന്ന് മാത്രമല്ല അയാൾക്കുള്ള ആംബിയറും ഇല്ല. ആംബിയല്ല. അപ്പം പിണറായി വിജയൻ പറഞ്ഞതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിനോദിനി കോടിയേരിയുടെ ഈ ഒരു പ്രസ്താവന രണ്ടു പേർക്കിട്ടുള്ള കുത്ത. പിണറായി വിജയൻ അല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? എം വി ഗോവിന്ദൻ സ്വന്തമായിട്ട് ബിനീഷിനെ പുറത്ത് നിർത്തണമെങ്കിൽ ആര് പറയണം? പിണറായി വിജയൻ. കാരണം പാർട്ടി പോളിറ്റ് ബ്യൂറോ ഉണ്ട്, ജനറൽ സെക്രട്ടറി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ ഉള്ള നേതാവ്. അപ്പം അയാൾ പറയും എം എ ബേബിയോട്, അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ. സംസ്ഥാന ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മകളെ വീട്ടിൽ ഈടേറിയുടെ ഒന്ന് തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി കൈയും കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഡൽഹി പോലീസിൻ്റെ മുന്നേ നടക്കുന്നുണ്ടല്ലോ. ഇതിൽ പറയാൻ നാണം കെട്ടൊരു കാഴ്ചയുണ്ടോ ശരിക്കും പറഞ്ഞാൽ? എം എ ബേബി എന്താ മഹാനാണെന്ന് ഇവരെല്ലാവരും കൂടെ നിരന്തരം വാഴ്ത്തുമ്പോൾ ഒത്തി പോകുന്നതാണ്. വിളിച്ചു അവരെ കൊണ്ട് ഇറക്കി. ജയിക്ക് ബുദ്ധിയാണ്, ജയിക്ക് ചാടിയും കയറി, അല്ലെങ്കിൽ അവന്മാർ ഇടി കൊടുക്കുന്നു. അല്ല, നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം നാട്ടിലിറങ്ങുന്ന പെരുമ്പാമ്പിനെ പിടിച്ച് ചാക്കിലാക്കി ഉൾവനത്തിൽ കൊണ്ടുവിടും എന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന് എം എ ബേബിയെ പിടികൂടി ഒരു വണ്ടിക്കകത്താക്കി അങ്ങ് 55 കിലോമീറ്റർ അപ്പുറത്തെക്കാണ്ട് കൊണ്ട് ഇറക്കി വിട്ടിട്ട് പറഞ്ഞ് നടന്നു ജയിക്കുണ്ട്. അപ്പോൾ രണ്ടുപേരും മിണ്ടിയും പറഞ്ഞും ഓരോ കട്ടൻ വീടി പോച്ചും ഇടയ്ക്ക് ഓരോ പരിപ്പോടെയും കട്ടൻ കാപ്പിയും ഒക്കെ കഴിച്ചാണെന്ന് തോന്നുന്നു തിരിച്ച് ഇവരുടെ ആസ്ഥാന മന്ദിരമായിട്ടുള്ള ഡൽഹിയിലെ എ കെ ജി ഭവനിലേക്ക് എത്തിയിട്ടുള്ളത്. എന്താണെങ്കിൽ നമ്മളിപ്പോൾ പറയാം, ബിനീഷ് കോടിയേരിയെ എടുക്കരുത് എന്നുള്ളത്, പാർട്ടിക്കുള്ളിൽ എടുക്കരുത് എന്നുള്ളത് പിണറായി വിജയൻ്റെ മാത്രം തീരുമാനമായിരുന്നു. ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി എം വി ഗോവിന്ദനെ ബലിയാടാക്കിയതാണ്. ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ പറയുമ്പോൾ അവർ പിണറായിയെ വിളിക്കുകയില്ല, അവർ വിളിക്കുന്നത് എം വി ഗോവിന്ദനായിരിക്കും. ഇപ്പം ബിനീഷ് കോടിയേരിയും വിളിക്കുകയില്ല. വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് ബിനീഷിനല്ല. കോടിയേരി കഴിഞ്ഞാൽ അവർക്ക് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് വിനോദിനിക്ക് മാത്രമാണ്. ഈ ബിനീഷിനെയോ ചേട്ടനെയോ ഒരു കാരണവശാലും മറ്റു നേതാക്കൾ അടുപ്പിക്കില്ല, അവന്മാരുടെ സ്വഭാവം അറിയാവുന്ന. അപ്പോൾ ഈ വിനോദിനി വിളിക്കുമ്പോഴും ബിനീഷ് വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വിനോദിനിയുടെ ആവശ്യം എന്താണ്? ബിനീഷിനെ ഇവരെ ഒരു കാരണവശാലും നമ്മുടെ എ കെ ജി സെന്ററിന്റെ ചെത്തിയ മുറ്റത്ത് കയറ്റരുത് എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പിണറായി വിജയൻ തന്നെ പറയേണ്ടി വന്നു എം വി ഗോവിന്ദനോട് ബിനീഷ് കോടിയേരിയെ തിരിച്ചെടുക്കണം. കാരണം അമ്മാതിരി പണിയാണ് ബിനീഷ് പണിഞ്ഞത്. ഈ ED കേസ്, അതിനുശേഷം വന്ന ED റെയ്ഡ്, ആ ED റെയ്ഡിനുണ്ടായ അക്രമങ്ങൾ, യാതൊരു സംശയവും അക്കാര്യത്തിൽ ആർക്കുമില്ല. അത് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബിനീഷ് കോടിയേരിയാണ്. കാരണം ആ ചെറുപ്പക്കാരനെ ആസൂത്രിതമായിട്ടാണ് ജയിലിലടച്ചത്. അതിന് BJPയുടെ സഹായവും ഈ പിണറായി അന്ന് യെദ്യൂരപ്പയല്ലേ ഭരിക്കുന്നത് കർണാടകത്തിലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസിൻ്റെ പേരിൽ ആ ലഹരി കേസിലേക്ക് ബിനീഷ് കോടിയേരിയെ കൊടുക്കുന്നു. 2020 ഓർക്കണം. കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അയാളെ കൊടുക്കിയ പിന്നാലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ. കാരണം തെരഞ്ഞെടുപ്പിന് ഒരു വർഷമേ ഉള്ളൂ, 2021. അതിൻ്റെ ഈ ബിനീഷ് കോടിയേരിയെ അവിടെ പിടിച്ചതിന് ശേഷം ED കൊണ്ട് അയാളുടെ വീട് റെയ്ഡ് ചെയ്യിപ്പിച്ചു. വീട് റെയ്ഡ് ചെയ്തപ്പോൾ ആകെ ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കിയത് ഏതാണ്ട് ബാലാവകാശ കമ്മീഷൻകാരെല്ലാം കൂടെ വന്നിട്ട് അവരുടെ കുട്ടികളുടെ ബാലാവകാശം നിഷേധിച്ചു എന്ന് പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കി. ആ ബഹളം ഉണ്ടാക്കി ആൾ തടിച്ചുകൂടി. കോടിയേരി ബാലകൃഷ്ണൻ ഖിന്നനായി അദ്ദേഹം ഈ പദവി ഒഴിഞ്ഞു, തൽക്കാലത്തേക്ക് മാറി നിന്നു. എന്തായിരുന്നു ഒരു ഉദ്ദേശം? അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോടിയേരി ബാലകൃഷ്ണനെ പരിഗണിച്ചേ പറ്റൂ. കാരണം കോടിയേരി ബാലകൃഷ്ണൻ ഗുരുതരമായ രോഗം ബാധിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത ദൈർഘ്യം കുറഞ്ഞിരിക്കുകയാണ്. അപ്പം പിണറായി വിജയൻ ഒരു തവണ മുഖ്യമന്ത്രിയായി, മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ, പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ കോടിയേരിക്ക് ഒരു ടേം കൊടുക്കണം. CPMലെ കീഴ്വഴക്കം അനുസരിച്ച്
അത് പാലിക്കാൻ ഒരു ബാധ്യസ്ഥ. മാത്രമല്ല കോടിയേരി പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പിണറായി സമകാലികനാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ബിനീഷിനെ ഈ കേസിൽ കൊടുക്കുന്നത്. കേസിൽ കുടുക്കിയതിന് ശേഷം ഈ കോടിയേരിയെ മാറ്റി നിർത്തുന്നു. അവസാനം ഈ മകൻ ജയിലിൽ കിടക്കുന്നതിനുള്ള സങ്കടം കാരണം അദ്ദേഹം മരണമാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. പക്ഷേ ഇത് ബിനീഷ് കോടിയേരിക്ക് സംഭവിച്ച ഒരു പ്രശ്നം തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ഗുരുതരമായ രോഗം ബാധിച്ച ഒരാളായിരുന്നു. അദ്ദേഹം ആ രോഗം വർദ്ധിപ്പിച്ചാണോ എന്നുള്ള എന്തായാലും ഉറപ്പാണ്. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് തീർന്നില്ല. മരിച്ചിട്ട് പക തീർന്നിട്ടില്ലല്ലോ. മരിച്ചു കഴിഞ്ഞിട്ടും, അതായത് സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറി ആണെന്ന് ഓർത്തോളം, അയാളെ എങ്ങനെയൊക്കെ അവഹേളിക്കാമോ ആ രീതിയിലെല്ലാം അവഹേളിച്ചു. ഒരു വിലാപ യാത്ര പോലും നടത്താൻ ഇയാൾ അനുവദിച്ചില്ല. ഈ മരിച്ച അവിടെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ് ഇയാൾ ഇവിടുന്ന് സ്ഥലം വിട്ടു. കൊച്ചുമക്കളെയും കൊച്ചുവൻ സമയം ധൃതി പിടിച്ചേക്കല്ലേ, അങ്ങ് പോകണ്ടേ, നോർവേയിലും സ്വീഡനിലും ഒക്കെ പോകാനുള്ളത്, അവരങ്ങ് പോയി. അപ്പോൾ തിരിച്ചിറങ്ങി വന്ന ബിനീഷ് കോടിയേരിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം, ഭയങ്കര മുടയാണ്. അയാൾ തിരിച്ചിറങ്ങി വന്നിട്ട് അയാൾ എന്ത് ചെയ്തു? വളരെ പാർട്ടി വിധേയനെ പോലെ ആക്ട് ചെയ്തു. എന്നിട്ട് പാർട്ടിക്ക് വേണ്ടി വെളിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സൈബർ പോരാട്ടം ആരംഭിച്ചു. പക്ഷേ അതിനിടയ്ക്ക് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജുമായി ചേർന്ന് എറണാകുളത്ത് ഒരു ലോ ഫേം അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. തൊട്ടു പിന്നാലെ ഷോൺ ജോർജിൻ്റെ വകയായിട്ട് വീണ വിജയൻ്റെ മാസപ്പടി കേസിനെതിരെ പരാതികൾ പോകുന്നു. SFIയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നു. ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഇൻട്രീം റിപ്പോർട്ട് പുറത്തു വരുന്നു. EDയുടെ ഏറ്റവും അവസാനമായിട്ട് EDയുടെ റെയ്ഡും വരുന്നു. എന്ത് സംഭവിക്കുന്നു? എങ്ങനെയാണോ കോടിയേരി വിഷമിച്ച് മരിച്ചത് അതേപോലെ പിണറായിയും വിഷമിക്കാൻ തുടങ്ങുന്നു. സ്വന്തം മകളെ തേടി ED വരികയാണ്. അത് കോടിയേരി പോലും ഒരു പരിധിവരെ തൻ്റെ മകനെ സംഭവിച്ചപ്പോൾ അതിന് പിടിച്ചു ചെയ്യാൻ കഴിഞ്ഞാണ്. പക്ഷേ പിണറായിയെ സംബന്ധിച്ചത് സഹിക്കില്ല. മകൾക്ക് എന്തെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്തപ്പെട്ട അവസ്ഥയല്ലേ. മകളുടെ വീട്ടിലേക്ക് റെയ്ഡ് വരുന്നു. ഇയാൾ സഹിതം അവിടെ റെയ്ഡ് വെക്കുന്നു. 9 മണിക്കൂർ മുള്ളാൻ പോലും അനുവദിക്കാതെ അവിടെ എത്തി അവർ റെയ്ഡ് ചെയ്യുന്നു. മോളുടെ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നു. എന്താണോ ബിനീഷ് കോടിയേരിക്ക് അനുഭവിക്കേണ്ടി വന്നത് അതെല്ലാം പിണറായിയുടെ മകൾക്കും അനുഭവിക്കേണ്ടി വരുന്നു. എല്ലാം കാലത്തിൻ്റെ കാവ്യനീതിയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ റെയ്ഡ് ഇങ്ങനെ വളരെ സുഖമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് യാതൊരു കുഴപ്പമില്ലാതെ പോയ റെയ്ഡിനകത്ത് വന്ന ED ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്നു. കാറ് തല്ലി തകർക്കുന്നു. എല്ലാത്തിൻ്റെയും പിന്നിൽ ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് ബിനീഷ് കോടിയേരി ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഇതെല്ലാം കേസാകുന്നു. വലിയ പൊതുമുതൽ നശീകരണം മറ്റേ കേസാകുന്നു. കേസെല്ലാം ആയിക്കഴിഞ്ഞു. പിണറായി വിജയൻ കൊണ്ടിറങ്ങി ഒന്നിച്ചങ്ങ് ഇറങ്ങുമല്ലേ എന്ന് മുഷ്ടി ഉരുട്ടി പറഞ്ഞു കഴിഞ്ഞാണ് മനസ്സിലായത് പണിയായിരുന്നു പുറകെ നടന്നതെന്നുള്ളത്. അദ്ദേഹം മനസ്സിലായി, അപകടം തിരിച്ചറിഞ്ഞു. ഇതുപോലും മനസ്സിലാക്കണം സാമാന്യ ബുദ്ധി ഇല്ലാതെ പോയല്ലോ. അയാൾക്ക് ബുദ്ധിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ അപകടം തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ പിറ്റേന്ന് തന്നെ ഗോവിന്ദൻ ഉത്തരവ് കൊടുത്തു, അവനെ തിരിച്ചു പാർട്ടിയിലെടുത്തോ, ഇല്ല പണിയാന്ന്. അങ്ങനെ തിരിച്ചു പാർട്ടിയിലോട്ട് എടുത്തു. ഇതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത്. ഈ വിനോദിനി കോടിയേരി എന്ന് പറയുന്നത് പിണറായിയുടെയും സീനിയറായിരുന്ന ഒരു നേതാവിൻ്റെ AV രാജഗോപാൽ എന്ന് പറഞ്ഞാൽ MLA-കാരൻ CPM-ൻ്റെ വലിയ പ്രബലനായ നേതാവിൻ്റെ മകളാണ്. അവർ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ തന്നെയാണ്. ഈ പിണറായിയുടെ ഭാര്യ കുടുംബത്തെ പോലെ അല്ല, വളരെ വലിയൊരു നേതാവിൻ്റെ മകളാണ് ഈ വിനോദിനി കോടിയേരി. കാരണം അവർക്ക് പ്രത്യേകം ആരും രാഷ്ട്രീയം പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് ഈ കുടുംബത്തിനെ ഒരു തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ്. അല്ലെങ്കിൽ പച്ചക്കുതിരി ഇങ്ങനെ ഒരു അഭിമുഖം കൊടുക്കും. സാധാരണ ഇതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ആളുകളൊന്നും തന്നെ ഇങ്ങനെ ഒരു രീതിയിൽ ഒരിക്കലും അഭിമുഖം കൊടുക്കാറില്ല. എന്തെങ്കിലും മരിച്ച നേതാവിനെ കുറിച്ച് അനുസ്മരിക്കുക എന്നുള്ളതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ ഭാര്യ ഒരു പ്രധാനപ്പെട്ട ഒരു മാസികയ്ക്ക് ഇത്തരത്തിലുള്ള അഭിമുഖം കൊടുക്കുന്നത് ഒരു ആദ്യമായിട്ടായിരിക്കും. ഈ ബിനീഷ് കോടിയേരി ഇതിനിടയ്ക്ക് തന്നെ താനാണ് ഈ പണിയുടെ പിന്നിൽ നിന്നുള്ളതിനുള്ള ചില ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റമ്പിയതിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണൻ്റെ പടമിട്ടിട്ട് ഇങ്ങനെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ഓർമ്മപ്പെടുത്തൽ നടത്തി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പോയത് എന്നുള്ള അർത്ഥം. ഈ നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ ചിത്രം അത് ഇങ്ങനെ നടന്നു പോകുന്നത്, ഇങ്ങനെ ഒരാൾ നമുക്കിടയിൽ ജീവിച്ചിരുന്നു അടിക്കുറപ്പുള്ള ഒരു പ്രസിദ്ധ ചിത്രമുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു സംസ്ഥാന സെക്രട്ടറി ഇവിടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ബിനീഷ് കോടിയേരി വളരെ വ്യക്തമായി പറഞ്ഞത്. അത് ഈ ഗോവിന്ദനെ പോലെ അല്ല, എൻ്റെ അച്ഛൻ മിടുക്കായ നല്ല സെക്രട്ടറി തന്നെ ആയിരുന്നു എന്ന് ഊന്നി പറയുന്ന രീതിയിലാണ് ആ ഒരു ചിത്രം നമ്മൾ നോക്കി കാണേണ്ടത്. ഇതിന് പിന്നാലെ ആണ് TK ഗോവിന്ദൻ എന്ന് പറയുന്ന വിമത നേതാവ്, അവിടെ തളിപ്പറമ്പിൽ MLA ആയിട്ട് വിജയിച്ച അദ്ദേഹം നേരെ ഇവിടെ ചെല്ലുന്നു, കോടിയേരിയുടെ വീട്ടിൽ ചെല്ലും. ഈ പണ്ട് മൻമോഹൻ സിംഗിനെ കുറിച്ചൊരു ബുക്കുണ്ട്, ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ ആക്സിഡന്റൽ MLA ആണ് അദ്ദേഹം. ഒരിക്കലും ആഗ്രഹിക്കാത്ത പദവിയിലേക്ക് നിന്നാലേ അത് MLA ആയി. അവിടെ ചെല്ലുമ്പോൾ തന്നെ വിനോദിനി കോടിയേരി കുറച്ച് പ്രസ്താവനകൾ നടത്തുന്നു. എൻ്റെ വീട്ടിൽ ആര് വരണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഇത് അയാൾ പാർട്ടി വിരുദ്ധനല്ലെന്നും അയാൾ കുലംകുത്തിയല്ലെന്നും അയാൾ ഒരിക്കലും വർഗവഞ്ചകനല്ലെന്നും
അദ്ദേഹം കോടിയേരിയെ സ്നേഹിച്ച ആളാണ്, കോടിയേരിയോട് ഇഷ്ടമുള്ളവർ ഇവിടെ വരുമെന്നും എല്ലാവർക്കാണ് പിണറായിക്കിട്ടുള്ള അടിയാണ്. കുത്തു തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു, ഇതെല്ലാം റെഡിയാക്കി. അതിനുശേഷമാണ് ED റെയ്ഡ് ആക്രമണം എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ മാത്രമല്ല, കണ്ണൂർ ലോബി ഒന്നടങ്കം ബിനീഷിനും കോടിയേരിയുടെ കുടുംബത്തിനും ഒപ്പം വലിയൊരു വിഭാഗം ഉണ്ടെന്ന് മനസ്സിലായി. ഇതോടുകൂടിയാണ് പിണറായി വിജയൻ്റെ സൊക്കേട്. അണികളുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായി. ഇപ്പം പിണറായി വിജയന് മനസ്സിലായി ഇവനെ ഇനി അപ്പുറത്ത് മാറ്റി നിർത്തിയിരുന്നാൽ ഇവൻ പണി തരും. അത് പിണറായി വിജയൻ വിചാരിക്കുന്ന ഇപ്പോൾ പാർട്ടിയിലെടുത്ത് വെച്ചുകൊണ്ട് പണി നിർത്തുന്നതാണ്. അതൊന്നും നിർത്താൻ പോകുന്നില്ല, അത് വീണ്ടും തുടരും. ഇവരുടെ വിദേശ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഷോൺ ജോർജ് പരാതി കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും വിനോദിനി കോടിയേരി നൽകുന്ന സൂചനകൾ ഒന്നും MV ഗോവിന്ദനെ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ല. അത് പിണറായിയെയാണ്, ഗോവിന്ദൻ എന്ന ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയെന്നേ ഉള്ളൂ. പിന്നിൽ നിൽക്കുന്ന പിണറായിയെയാണ് ഇവർക്ക് ലക്ഷ്യം എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവം.